ഇതിൽ ഞാൻ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസറിന് ഡബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. നമ്മളുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിങ് സീരീസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 12ാമത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഫ്ലവർ ഇങ്ങനെ വിരിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ. പ്ലാന്റ്സിൻ്റെ കണ്ടീഷനൊക്കെ കണ്ടല്ലോ, നല്ല രീതിയിൽ ഗ്രോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തുന്നത് സ്ലോ ഗ്രോത്ത് ആണെന്നും അതുപോലെ സക്സസ് ആവുന്നില്ല എന്നും പറയുന്നവർ ഈ ഒരു എപ്പിസോഡ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്ലാന്റ് വളർത്താം. ഈ തേങ്ങയൊക്കെ കൈ വെച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും അല്ലേ, ഇത് തേങ്ങ വെച്ചിട്ട് എന്താ പരിപാടിയെന്ന്. ഇന്ന് നമ്മൾ തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഒരു വളത്തെ പറ്റിയാട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജൈവവളമാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഒരുപാട് പേര് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജൈവവളം പ്ലാന്റ്സിൽ കൊടുത്താൽ ഭയങ്കര ഗ്രോത്താണ്. അപ്പോൾ നമുക്കിന്ന് തേങ്ങ ഉപയോഗിച്ചിട്ട് തേങ്ങയുടെ ഏത് ഭാഗമാണെന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് നമ്മളുടെ 12ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഡെൻഡ്രോബിയത്തിൻ്റെ ഗ്രോവിങ് സ്റ്റേജ് നിങ്ങൾ ഫസ്റ്റ് കണ്ടു കാണും. അപ്പോൾ ഈ പൂ വിരിയാറായി നിൽക്കുകയാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ ഒരുപാട് പൂക്കൾ ഇനി ഇതിനകത്ത് ഉണ്ടാവാനും ഗ്രോത്ത് ഉണ്ടാവാനും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി വളമാണ് നമ്മളുടെ ഈ ഒരു തേങ്ങാ വെള്ളം. അപ്പോൾ തേങ്ങാ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വളം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 1-2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസറിന് ഡബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. സാധാരണ എല്ലാവരും തേങ്ങാവെള്ളം ഒന്നുകിൽ ഡയറക്റ്റ് ഒഴിക്കും അല്ലെങ്കിൽ പുളിപ്പിച്ച് നിരപ്പിച്ചൊഴിക്കും. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഓർക്കിഡ് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ആ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിലുള്ള ഓർക്കിഡ് വെറൈറ്റി പ്ലാന്റ്സ്, ഫെർട്ടിലൈസേഴ്സ്, പോട്ട്സ് ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്സപ്പ് ത്രൂ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളവർക്ക് പ്ലാന്റ്സ് അതുവഴി പർച്ചേസ് ചെയ്യാവേ. അപ്പോൾ നമുക്കിന്ന് എന്നും നമ്മൾ വീട്ടിൽ തേങ്ങ കാണും. തേങ്ങ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കാനായിട്ട് എടുക്കും. അപ്പോൾ തേങ്ങാവെള്ളം സാധാരണ നമ്മളങ്ങനെ പൊട്ടിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കളയാതെ നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചിലവുമില്ലാതെ തന്നെ നമുക്ക് അടിപൊളി വളങ്ങൾ നമുക്ക് പ്ലാന്റ്സിൽ കൊടുക്കാൻ പറ്റും. ഇത് ഓർക്കിഡിൽ മാത്രമല്ല എല്ലാ പ്ലാന്റ്സിനും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം ഇതെല്ലാം നമ്മുടെ പ്ലാന്റ്സിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്കിനകത്ത് ചേർക്കണമെന്ന് നോക്കാം. നമുക്ക് ഈ ചകിരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാവേ ആദ്യം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ തേങ്ങാവെള്ളം നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അളവാകുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു രൂപം കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് ഈ ഒരു തേങ്ങാ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇതിലൊരു 2 ഗ്ലാസ് വെള്ളം ചേർക്കും. സാധാരണ ഇത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ് തേങ്ങാ വെള്ളം ഒഴിക്കുകയാണേ. ഇതിലേക്ക് നമുക്ക് ഒരു 2 ഗ്ലാസ് വെള്ളത്തോടൊപ്പം വീണ്ടും ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ ടോട്ടലി നമുക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പോൾ നമ്മളൊരു 4 ഇരട്ടി വെള്ളം നമ്മളുടെ 1 കപ്പ് തേങ്ങാ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പവർ 19 എടുക്കുകയാണ്. NPKയുടെ ഏത് വളം വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ പവർ 19 കൊടുത്തിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു
സാധാരണ 1 ലിറ്ററിന് ഒരു നെകക്ക് 1 സ്പൂണാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഈ തേങ്ങാവെള്ളം ഓൾറെഡി എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതൊരു പകുതിയിൽ താഴെ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു അര ഇല്ല അതിൽ താഴെ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇടാം. കണ്ടല്ലോ. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മൾ ഓർഗാനിക് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് നല്ലൊരു ഫംഗിസൈഡ് കൂടി നമുക്ക് ഇതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പം ഇതിലേക്ക് വേണമെങ്കിൽ സാഫ് ആഡ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫംഗിസൈഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും അല്ല ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓർഗാനിക്കാണ് ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നമ്മളുടെ വേപ്പെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കേട്ടോ, ഇതാണ് വേപ്പെണ്ണയുടെ ബോട്ടിൽ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്തൊരു പഴയ ബോട്ടിലാണിത്. അപ്പോൾ ഇതൊന്ന് എടുക്കട്ടെ. അപ്പോൾ തീരാറായി. ഇത് നമുക്കൊരു 5 ml താഴെ ഒഴിച്ചാൽ മതി. അതൊരു 3 ml മാത്രമേ ഞാൻ ഏകദേശം ഒഴിക്കുന്നുള്ളൂ. ഒരു ഏകദേശം അളവിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ 5 ml ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി 2 ടൈപ്പ് ഫെർട്ടിലൈസർ ആഡ് ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈമിൽ. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഓവറായി കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ കേടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യൂ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ പവർനെയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതിൽ കുറച്ച് തരി പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്പ്രെയർ ബ്ലോക്കായി പോകും. കണ്ടല്ലോ. അപ്പോൾ ഇത് ഇത്രയും അളവിലാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ സാധാരണ പ്ലാന്റുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ തവണ നമുക്കൊരു വ്യത്യസ്തമായിട്ട് ചെയ്യാം. ഇതിപ്പോൾ പ്ലാന്റ് നമ്മളുടെ സീരീസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്, ഫ്ലവറായ പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിനെ ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഇതിലോട്ടൊന്ന് മുക്കി വയ്ക്കുവാണ്. കേട്ടോ, പ്ലാന്റിൻ്റെ ചുവട് മാത്രം. ഇപ്പോൾ ഇത് പാത്രം നിറച്ച് നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മുക്കാവേ. പക്ഷേ ഇതിപ്പോൾ ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുവട് മാത്രം ഒന്ന് മുക്കിയതാണ്. അപ്പോൾ ആ പോട്ടി മിക്സൊക്കെ നമുക്കൊന്ന് വേഗത്തിൽ നനഞ്ഞ് കിട്ടാനൊക്കെ നന്നായിരിക്കും. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പ്ലാന്റ് നമ്മളെപ്പോൾ ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്താലും തണ്ടിൽ പിടിച്ചെടുക്കുന്നതിന് കുഴപ്പമില്ല. ലീഫിൽ മാത്രം പിടിച്ചിട്ട് പൊക്കരുത് കേട്ടോ. ലീഫിൽ അങ്ങനെ പിടിച്ച് പൊക്കിയാൽ പ്ലാന്റ് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ എല്ലാ പ്ലാന്റിനെയും നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. ഇപ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന പ്ലേസിൽ നിന്ന് എപ്പോഴും മാറ്റുന്നത് പ്ലാന്റ്സിൽ അത്ര നല്ലതല്ല. പക്ഷേ നമുക്ക് ഇതിപ്പോൾ അതേ സ്പേസിൽ തന്നെ അതേ ഡയറക്ഷനിൽ തന്നെ നമ്മൾ വീണ്ടും പ്ലാന്റ്സ് വെക്കണം കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ടൈമിൽ ഓരോ രീതിയിലായിരിക്കും സൺലൈറ്റ് അടിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും ലീഫ് വളർന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ വളർന്നു വരുന്ന ലീഫിന് നമ്മൾ ഡയറക്ഷൻ മാറ്റി വയ്ക്കുമ്പോൾ വീണ്ടും അതിന് സ്ട്രെസ് ആവുകയാണ് ചെയ്യുന്നത്. അത് ഗ്രോത്തിനെ ബാധിക്കും. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ലീഫ് പോകുന്നതെങ്കിൽ ആ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകാനായിട്ട് അതിനെ അനുവദിക്കുക. അപ്പോൾ ഞാൻ ബാക്കി കുറച്ചും കൂടി പ്ലാന്റ്സ് ഉണ്ട് അവിടെ മുക്കിയിട്ട് ബാക്കി നമുക്ക് സ്പ്രെയർ ബോട്ടിലോട്ട് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിനെ ഒന്ന് സ്പ്രെയർ ബോട്ടിലോട്ട് ഒഴിക്കുവാണേ. ബാക്കി നമുക്ക് വേറെ പ്ലാന്റ്സിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് പ്ലാന്റല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ. അപ്പോൾ ഇനി നമ്മൾ പ്ലാന്റ്സ് എടുക്കാം. അപ്പോൾ പ്ലാന്റ്സിൽ നമ്മൾ മറ്റേ സ്നെയിൽ പെല്ലറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. കണ്ടോ, സ്നെയിൽ പെല്ലറ്റിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്. ഇതിൽ അഴുകി കിടക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് പോയി, ഞാനായിരുന്നില്ല കേട്ടോ വെള്ളം ഒഴിച്ചത്. അപ്പം ശ്രദ്ധിച്ചില്ല, ഞാൻ അവരോട് പറയാമെന്ന് വിട്ടുപോയി. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളം ഒരു ദിവസം 2 ദിവസം വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ ഇതുപോലെ അഴുകിപ്പോവും. അഴുകി കഴിഞ്ഞാൽ പിന്നെ അത് യാതൊരു യൂസും ഇല്ല കേട്ടോ. അതിൻ്റെ എഫക്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവർ കഴിയുന്നതും വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് സ്നെയിൽ പെല്ലറ്റ് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലവറുള്ള പ്ലാന്റ്സിൽ നമ്മൾ ഫ്ലവറിൽ വീഴാതെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഫ്ലവറിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് സ്പ്രേ ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാത്തിനും നന്നായിട്ട്
കുളിപ്പിച്ച് കൊടുക്കാം. ഇത് ഭയങ്കര തണുപ്പുള്ളൊരു ഫെർട്ടിലൈസറാണ് നമ്മൾ തേങ്ങാ വെള്ളമേ. അപ്പോൾ നമ്മൾ രാസവെള്ളം കൂടി ചേർത്തേക്കുന്നത് കൊണ്ട് കുറച്ചൊരു ചൂട് കാണും. പക്ഷേ പ്ലാന്റ്സിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അടിപൊളിയാണ്. ഇങ്ങനെ ഒരു ഓർഗാനിക്കിനകത്ത് ഒരു രാസവളം ചെയ്യുന്നത് വളരെ ഡബിൾ എഫക്റ്റാണ്. ഇരിക്കുന്ന ഫെർട്ടിലൈസർ കണ്ടോ, അതിനകത്ത് ഇത്ര പോഷൻ മാത്രം നമുക്ക് ഈ പ്ലാന്റ്സിൽ ആവശ്യമായിട്ട് വന്നുള്ളൂ. ബാക്കി നമുക്ക് വേറെ പ്ലാന്റ്സിലൊക്കെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് വിരിയാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വേവണയൊക്കെ അടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇൻസെക്ടിസൈഡായിട്ട് ഇത് ആക്ട് ചെയ്തോളും. അതുകൊണ്ട് ഈ ഫ്ലവർ വേറെ പ്രാണികളൊന്നും വന്ന് കഴിക്കാതെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ പല യൂസാണ് നീം ഓയിലിനുള്ളത്. പിന്നെ അപ്പോൾ പ്ലാന്റ്സ് നല്ല അടിപൊളിയായിട്ട് ഗ്ലേസിങ് ആയിട്ടിരിക്കുന്നില്ലേ, നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്ത് നാളെ നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കും. പിന്നെ ചെയ്യുന്നത് ഒരു 5 ദിവസത്തിന് ശേഷം നമുക്ക് അടുത്ത വേറൊരു വളം കൊടുക്കണം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ തേങ്ങാ വെള്ളത്തിൽ നമ്മളുടെ NPKയുടെ 19 ഈ ഒരു വേപ്പെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് യൂസ് ചെയ്യാം. ഒരുപാട് പേര് നമ്മൾ ഈ ജൈവവളം ഇടുമ്പോൾ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജൈവവളം കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കൂടി ചേർത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ഓർഗാനിക് വളങ്ങൾ ഓർക്കിഡ്സിലൊക്കെ കൊടുക്കാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നല്ല ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഫ്ലവറൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ വിരിയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഷോർട്സ് ഇടാം കേട്ടോ.